ഹായ്, വെൽക്കം ഓൾ. എല്ലാവർക്കും പുതിയ ഒരു സെഷനിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ കാണുന്നവർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നബോഷ് IGCനെ കുറിച്ച് പലർക്കും അറിയാം. ഇപ്പം ഈ ബാച്ചിലിരിക്കുന്ന എല്ലാവർക്കും IGCയുടെ സ്റ്റെപ്പുകളും പ്രൊസീജിയറും ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും അതിലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് എന്താണ് ഈ IGCൻ്റെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ IGCയുടെ പ്രോസസ്സുകൾ എങ്ങനെയാണ്, അത് നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ IGC ഇൻ കേസ് നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ, ഫെയിൽ ആവാതിരിക്കട്ടെ, ഇനി ഫെയിലാകുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവരാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു 60% ആണ് ഗ്ലോബൽ ആവറേജ് പാസ്സാവുന്നതിൽ. അപ്പോൾ നിങ്ങൾ ഒരു 40% ആളുകൾ ഫെയിലാവാനുള്ള ചാൻസ് ഉണ്ട് ഈ IGCയിൽ. ഒരു അൺഒഫീഷ്യൽ കണക്കാണത്. അപ്പോൾ അങ്ങനെ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പ്ലാജരിസം സസ്പെക്ട് ചെയ്തു, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം IGC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, നെബോഷിൻ്റെ ഒരു ലെവൽ 3 കോഴ്സ് മാത്രമാണ് IGC. ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, ഞാൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആണോ നല്ലത്, നെബോഷ് ആണോ നല്ലത്, ഫയർ ആൻഡ് സേഫ്റ്റി ആണോ നല്ലത്, HSC ആണോ നല്ലത്, ഇങ്ങനെയൊക്കെ ചില ആളുകൾ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് കമൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിലൊക്കെ ഒന്ന് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ, ഇതിനൊന്നൊരു എന്താ പറയില്ല, ഒരു ക്ലിയർ കട്ട് ലൈനൊന്നുമില്ല. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയ അല്ല, ഒരു ഗ്രേ ഏരിയയാണ്. ഇതൊക്കെ മിക്സ്, എല്ലാം ഒന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഹെൽത്ത്, സേഫ്റ്റി, എൻവയോൺമെൻറ്റ്, ക്വാളിറ്റി, സസ്റ്റൈനബിലിറ്റി, ഇതെല്ലാം മിക്സ്ഡ് ആണ്. നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒറ്റ ടോപ്പിക്കാണ്. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഫയറും പഠിക്കും, സേഫ്റ്റിയും പഠിക്കും. ഇനി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോഴോ അവിടെ നിങ്ങൾ ഹെൽത്തും പഠിക്കും, ഫയറും പഠിക്കും, സേഫ്റ്റിയും പഠിക്കും. ഇതൊക്കെ ഫണ്ടമെൻ്റലി ഒരു സേഫ്റ്റി കോഴ്സാണ്, അല്ലെങ്കിൽ സേഫ്റ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. HSE എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അവിടെ നിങ്ങൾ ഹെൽത്ത് പഠിക്കും, സേഫ്റ്റി പഠിക്കും, എൻവയോൺമെൻറ്റ് പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒറ്റ ഒരു എല്ലാം കൂടെയുള്ള ഒരു സിലബസ്, ഒരു കോഴ്സ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ അധിക സിലബസിലും അധിക കോഴ്സിലും ഇതൊക്കെ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നെബോഷിൻ്റെ തന്നെ ഈ ലെവൽ 3 കോഴ്സ് IGC എടുക്കുകയാണെന്നെങ്കിൽ IGCയിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു സർഫേസ് ഏരിയയിലൂടെയാണ് അത് പോകുമെന്ന് മാത്രം. വളരെ ഡീപ്പായിട്ട് എന്ത് ചെയ്യില്ല, കവർ ചെയ്യില്ല. നിങ്ങൾക്ക് IGCയിൽ ഫയർ കവർ ചെയ്യുന്നുണ്ട്, ഫയർ സേഫ്റ്റി കവർ ചെയ്യുന്നുണ്ട്, പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, മെൻ്റൽ സേഫ്റ്റി കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് സേഫ്റ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ, ഹെൽത്ത് ഹസാർഡ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. സേഫ്റ്റി മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സുകളും പുതിയ ടൂൾസുകളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് IGCയിൽ. അപ്പോൾ IGC ആണ്, ഞാൻ എപ്പോഴും പറയും, IGC ആണ് നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ തുടങ്ങാൻ പറ്റുന്നൊരു ബെസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ ഏത്, ഇപ്പോൾ നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഞാൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റാക്കി പറയില്ല, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവർ ഡിപ്ലോമ പഠിപ്പിക്കുന്നുണ്ടാവും അവർ. അപ്പോൾ അവർ പറയും, നിങ്ങൾ ആദ്യം ഡിപ്ലോമ എടുക്കുക, എന്നിട്ട് നിങ്ങൾ IGC എടുത്താൽ മതി, കാര്യം അതാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഉണ്ടാവുക എന്ന് പറയും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഡിപ്ലോമക്ക് അഡ്മിഷൻ വേണം, അത് കഴിഞ്ഞിട്ട് IGCക്കും അഡ്മിഷൻ വേണം. ഡിപ്ലോമ എടുത്ത് കഴിഞ്ഞിട്ടും അവർക്കൊരു നല്ല ജോലി കിട്ടണമെങ്കിൽ ഇന്നത്തെ ജോബ് മാർക്കറ്റ് അനുസരിച്ച് നെബോഷ് IGC കമ്പനീസ് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത്ര പേര് ഓൺലൈനിൽ ലൈവിൽ വന്ന് ഈ ക്ലാസ് ഇരിക്കുന്നതിൻ്റെ കാര്യം IGCക്ക് അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ ഒരു വാല്യൂ ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാല്യൂ ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് ഇത്രയും ക്യാഷ് മുടക്കി ഇത്രയും ഡിഫിക്കൽട്ട് ടൈംസിലൂടെ, അപ്പോൾ നിങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് 100% ആളുകളും വർക്കിംഗ് പ്രൊഫഷണൽസാണ്. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്നു, ഇത് പഠിക്കുന്നു, അതിൻ്റെ പുറമെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ഈ കോഴ്സ് എടുക്കാനുണ്ടായ കാര്യം, നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ഗ്രോത്ത്, നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അത് വാല്യൂ ഉള്ളത് കൊണ്ടാണ് IGC. അപ്പോൾ ഞാനതാ പറഞ്ഞത്, നിങ്ങൾ IGC എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ IGC എടുത്താൽ മതി. വേറെ ഏതെങ്കിലും
ഞാൻ ഏതെങ്കിലും ബോർഡുകളുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ചില ബോർഡുകളൊക്കെ ഉണ്ട് അതിലൊന്നും വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് തരിക എന്നല്ലാതെ അതിലൊന്നും വലിയ കാര്യമില്ല. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് വന്നു, ഒരാൾ മെസ്സേജ് അയച്ചു. അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, UAE-ലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് കരുതുന്നത്. അപ്പോൾ അവിടെ ആൾക്ക് നെബോഷും 15 സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 15 സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ ലിസ്റ്റുകൾ എനിക്ക് അയച്ചെന്ന്, നെബോഷിന് പുറമെ. അപ്പോൾ ഈ 15 സർട്ടിഫിക്കറ്റ് ഞാൻ നോക്കുന്ന സമയത്ത് ഈ നെബോഷിൽ പഠിക്കുന്ന ടോപ്പിക്സുകൾ ഓരോന്ന് സർട്ടിഫിക്കറ്റായിട്ട് അവർ ലിസ്റ്റ് ചെയ്തിക്കുക. നെബോഷിൽ നമ്മൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്, നെബോഷിൽ നമ്മൾ ഫയർ സേഫ്റ്റി പഠിക്കുന്നുണ്ട്, നെബോഷിൽ നമ്മൾ ബേസിക് ഫസ്റ്റ് എയ്ഡ് തിങ്സ് പഠിക്കുന്നുണ്ട്, നെബോഷിൽ നമ്മൾ ഇലക്ട്രിക്കൽ സേഫ്റ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തൊക്കെയാണ് വേറൊരു സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് അത് സർട്ടിഫിക്കേഷൻ ബോർഡ് നിലവിലുണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അങ്ങനെ ബോർഡ് ഉണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നിട്ട് 15 സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ സ്റ്റുഡൻസിന് എപ്പോഴും നോക്കുക, ഇത് കൂടുതൽ സാധനമുണ്ട്, അപ്പോൾ കൂടുതൽ സാധനം കിട്ടുന്നതാണ് ലാഭം, അപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ശരിക്കും അതൊന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം, അല്ലെങ്കിൽ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഇത് കൊടുക്കുകയാണെന്നുള്ള അടുത്ത ചോദ്യം. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടലാണ് നിങ്ങളുടെ പ്രൈമറി ഗോൾ എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ അറിയൂലേ? അവരിതൊന്നും അറിയാത്ത ആളുകളാണോ? അവരിതൊന്നും ഇതിനെ വലത്തൊക്കെ കണ്ടുവന്നവരല്ലേ? അത് ചിന്തിക്കപ്പോഴും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഇപ്പോൾ നിങ്ങൾ 15 സർട്ടിഫിക്കറ്റിൽ 25 സർട്ടിഫിക്കറ്റ് വെച്ചാൽ അവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെ കിട്ടിയതാണ് എന്നുള്ളത്. അതിനൊരു നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു വാല്യൂ ഉണ്ടാവുന്നത് നിങ്ങൾ എന്തെങ്കിലും ഏൺ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കത് ഫ്രീ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു വില ഉണ്ടാവില്ല. അത് എത്ര വാല്യൂ ഉള്ള സാധനമാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഫ്രീ കിട്ടുകയാണെങ്കിൽ അതിനൊരു വില ഉണ്ടാവില്ല. നിങ്ങളത് കഷ്ടപ്പെടിച്ച് പഠിച്ച് ഏൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ അതിനോട് വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതിനോടുള്ളൊരു അപ്രോച്ച് എന്തായിരിക്കും? അയാൾക്ക് അറിയും നിങ്ങൾക്കത് വെറുതെ കിട്ടിയ പേപ്പറാണെന്നുള്ളത്. പക്ഷേ ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ചെയ്യാം, ഞാനിങ്ങനെ വെറുതെ പേപ്പറിൽ പ്രിൻ്റ് ഒന്നും ചെയ്യുന്ന ഒരു അതിലൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ ഒരു എന്താ പറയുക, ഒരു ബിസിനസ് ട്രിക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോഴ്സുകൾ എന്താണെന്ന് ഞാൻ എൻ്റെ കാൻഡിഡേറ്റ്സിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്കറിയണം എന്തൊക്കെയാണ് ഇവിടെ ലോകത്ത് നടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ ബോർഡുകളാണുള്ളത്, അതിന് വാല്യൂ എത്രത്തോളം ഉണ്ട്, അത് എങ്ങനെയാണ് അതിൻ്റെ കോഴ്സുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്, സേഫ്റ്റിയിൽ എങ്ങനെയൊക്കെയാണ്. നെബോഷ് ബിഗിനിങ് ആണ്, അതിനുശേഷം കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ നീട്ടിപ്പറത്തി പറയുന്നില്ല, നമുക്ക് നേരെ IGCയുടെ കോഴ്സിലേക്ക് പോവാം. IGC നിങ്ങൾ സർട്ടിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ IG1ഉം IG2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് രണ്ടും പാസ്സായാലേ നിങ്ങൾക്ക് IGC സർട്ടിഫിക്കറ്റ് കിട്ടും. IG1ൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ നടത്തണം. IG1ന് രജിസ്ട്രേഷൻ നടത്തണം. സാധാരണ രീതിയിൽ IG1ഉം IG2ഉം നിങ്ങൾ ഒരുമിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്യൽ. ഒരു 95% ഓഫ് ദ കാൻഡിഡേറ്റ്സും അങ്ങനെയാണ് ചെയ്യൽ. കാരണം അവർക്ക് സർട്ടിഫിക്കറ്റ് നേരത്തെ വേണ്ടത് കാരണം അവർ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഈസി. അറിയാം, ആ ഒരു ഫ്ലോയിൽ തന്നെ പഠിക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്, ഞാൻ IG1 ഇപ്പം ചെയ്യുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് IG2 ചെയ്യുന്നത്, ഓക്കെ, ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. അത് നോർമൽ കേസാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എല്ലാവരും അത് ഫോളോ ചെയ്യില്ല, അവർ ഒരുമിച്ചാണ് ചെയ്യൽ. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സ്റ്റേജാണ്. പ്രിപ്പറേഷൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് റിസോഴ്സസുകൾ നിങ്ങൾക്ക് കിട്ടും. പഠിക്കാനുള്ള റിസോഴ്സസുകൾ ലൈവ് ക്ലാസ് ആയിട്ടും ടെക്സ്റ്റ് ബുക്കായിട്ടും. ഇപ്പോൾ എൻ്റെ കാൻഡിഡേറ്റ്സ് ആണ്, ഒരു കാര്യം കൂടി പറയാം, ഞാൻ എൻ്റെ ലേണിംഗ് ക്ലബിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ നെബോഷ് അഡ്മിഷൻ എടുത്തവരാണെങ്കിലും, നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് എൻ്റെ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ ഇപ്പോൾ എൻ്റെ റെക്കോർഡഡ് വീഡിയോസും വളരെ ടോപ്പിക്സൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള മറ്റ് റിസോഴ്സസുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അപ്രോച്ച്, അതിൻ്റെ ആൻസേഴ്സ്, നിങ്ങൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ ഗൈഡൻസ് തരും ഞാനും എൻ്റെ ടീമും. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ, ഞാനിവിടെ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രിപ്പറേഷൻ്റെ സ്റ്റേജാണ്. ഈ പ്രിപ്പറേഷൻ്റെ സ്റ്റേജ്
ഒരു അധികം ആൾക്കാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, അവരുടെ മാക്സിമം പ്രിപ്പയർ ചെയ്യും. ചില ആളുകൾക്ക് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ തോന്നലുണ്ട്. അവരുടെ ഒരു എന്തൂസിയാസം, അവർക്ക് പഠിക്കാനുള്ള അവരുടെ ഒരു ഡ്യൂട്ടി ടൈമിൻ്റെ ഇടയിലും പഠിക്കുമ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഓക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ എന്നുള്ള ചിന്ത വരലുണ്ട് അവരുടെ ഒരു എന്തൂസിയാസം കാണുമ്പോൾ. അപ്പോൾ അത് ഒരു ഹാർഡ് പാർട്ടാണ് പ്രിപ്പറേഷൻ. ലൈവ് സെഷൻസ് ഇപ്പോൾ മാൻഡാറ്ററി ആണ്. നെബോഷിൻ്റെ ലൈവ് സെഷൻസ് ക്ലാസ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്തത് ലൈവ് നെബോഷിൻ്റെ ലേണിംഗ് മോഡാണെന്നുണ്ടെങ്കിൽ, സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചില അസൈൻമെൻറ്റ്സുകൾ ഉണ്ടാകും, അതും ഈ പ്രിപ്പറേഷൻ്റെ പാർട്ടാണ്, അതും മാൻഡാറ്ററി ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കും, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും അവിടെയാണ് ഫെയിലാവുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഓക്കെ, ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് അവർ വായിക്കുന്നുണ്ട്, പുറമെ ഈ അസൈൻമെൻറ്റ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൻ്റെ അടുത്തെത്തുമ്പോൾ അവരൊന്ന് തളരും. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. നമുക്കറിയാത്തൊരു സാധനമാണ് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു പരിചയമില്ല. നമ്മൾ ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നവരൊക്കെ എന്തായാലും ഒരു മലയാള എന്താ പറയുക കേരള അന്തരീക്ഷത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളൊരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച നമുക്ക് എന്താ വെച്ചാൽ നമുക്കത് എക്സാം ടൈമിൽ നേരത്തെ കാണാതെ പഠിച്ച സാധനങ്ങൾ ഒക്കെ കാണാതെ എഴുതുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതുക. ആ ഒരു അപ്രോച്ചാണ് നമ്മൾ ഫെമിലർ ആയിട്ടുള്ളത്. നമുക്ക് ഈ സിസ്റ്റം ഫെമിലർ അല്ല. ഈ എന്താ പറയുക ഈ ഇങ്ങനെ ഒരു സിനാരിയോ ബേസ്ഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ അതിന് അപ്രോച്ച് ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവും. അത് പിന്നെ ചെയ്യാം അങ്ങനെ അത് മാറ്റി മാറ്റി വെക്കും. പിന്നെ വേറൊരാളുകൾക്കുള്ള അതൊക്കെ ഈസിയാണ്, അത് ചെയ്യാൻ പറ്റുന്നത് ഈസിയാണ്, അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കും. രണ്ടും അപകടം. ചെയ്യാൻ പറ്റിയ ഈസിയാണെന്ന് കരുതുന്നത് പല ആളുകൾക്കും അത്ര ഈസി അല്ല അത്. കാര്യം അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഡിഫിക്കൽട്ടി ഓരോരുത്തർക്കും ഓരോ ഡിഫിക്കൽട്ടീസ് ആവും അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവും. ചില ആളുകൾക്ക് സിനാരിയോ മനസ്സിലാവുന്നുണ്ടാവില്ല, ചില ആളുകൾക്ക് സിനാരിയോ മനസ്സിലാവുന്നുണ്ടാവും, പക്ഷേ അതിന് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് സിനാരിയോ മനസ്സിലായി, കണക്ട് ചെയ്യാൻ പറ്റി, പക്ഷേ എഴുതുന്ന സമയത്ത് അവർ തളരും. ഇതൊക്കെയാണ് സാധാരണ വരുന്ന പ്രശ്നം. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഈ ഭൂലോകത്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എൻ്റെ കാൻഡിഡേറ്റ്സിനോട് എപ്പോഴും പറയല്ലേ, നിങ്ങൾ ലാസ്റ്റ് നടന്ന 5 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ കട്ടക്കറിഞ്ഞിരിക്കണം. അത് അറിയുമ്പോഴാണ് ഇപ്പം എൻ്റെ കാൻഡിഡേറ്റ്സിന് ഞാൻ ഐഡിയൽ ആൻസേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ലൈവിലിരിക്കുന്നവരോട് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ആൻസേഴ്സ് എന്താണ്. ആ ആൻസേഴ്സ് നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, അതിൻ്റെ ടോൺ എന്താ, അതിൻ്റെ സ്ട്രക്ചർ എന്താ, അതിൻ്റെ ഒരു ഫ്ലുവൻസി എന്താ, അതിന് കൊഹീഷൻ ഉണ്ടോ, അതിന് കൊഹിയറൻസ് ഉണ്ടോ. അതായത് അത് വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ എക്സാമിനർക്ക് ഒരു മാർക്ക് ഇടാൻ തോന്നണം. അതിന് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനായിട്ട് കണക്ഷൻ ഉണ്ടോ. ഇപ്പം ഞാൻ എഴുതുമ്പോൾ എനിക്കെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതെന്ത് ചെയ്യണം, തിരിച്ചറിയണം, വീക്ക്നെസ് തിരിച്ചറിയണം, അതനുസരിച്ച് പ്രിപ്പറേഷൻ നടത്തണം. ഇനി അടുത്ത IG1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബുക്ക് എക്സാമാണ്. ഓപ്പൺ ബുക്ക് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് IG1 ക്ലോസിംഗ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഞാൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ കാര്യം പറയാം. ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എക്സാം ഡേൻ്റെ അന്ന് നിങ്ങൾ സബ്മിഷൻ നടത്തും. സബ്മിഷൻ നടത്തേണ്ടത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ. ആ സബ്മിഷൻ നടത്തുമ്പം ഒരു പ്ലാജറിസം സോഫ്റ്റ്വെയറിൽ കൂടെ നിങ്ങൾ സബ്മിഷൻ നടത്തണം. അത് ഓട്ടോമാറ്റിക് സബ്മിറ്റ് ആവും. നിങ്ങൾ എക്സാം പോർട്ടലിൽ സബ്മിഷൻ നടത്തിയാൽ തന്നെ അവരൊരു നിങ്ങളുടെ നിന്ന് ഒരു കൺസെൻറ്റ് വാങ്ങും. ഇത് ടേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാജറിസം സോഫ്റ്റ്വെയറിലും കൂടെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളതിൻ്റെ പോളിസീസൊക്കെ അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ടിക്ക് ഇട്ടാലേ നിങ്ങളെ സബ്മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്താൽ തന്നെ മതി, ടേണിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും, സബ്മിറ്റ് ആവും. ടേണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ പ്ലാജറിസം ചെക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് റൺ ആവുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാജറിസം രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനും പറ്റില്ല. എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാൻഡിഡേറ്റാണ്. ഷബിന എൻ്റെ കോഴ്സ് കോർഡിനേറ്ററാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്, സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ
കോഴ്സ് കഴിഞ്ഞിട്ട് ഷബന മെസ്സേജ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഒരു കാൻഡിഡേറ്റിന് മാൽ പ്രാക്ടീസ് വന്നിട്ടുണ്ട്. മാർച്ച് എക്സാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സാം എൻറോൾ ചെയ്തിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ 3 വർഷം അയാളെ ബാൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓൾറെഡി റിസൾട്ട് വന്നു, ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് വന്നു, 3 വർഷം ബാൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. റിസൾട്ട് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് മാൽ പ്രാക്ടീസ് വന്നത് എന്ന് നോക്കാൻ ഞാൻ ചോദിച്ചു. ലൈക്ക് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അത് ഒന്നും അറിയില്ല, ലൈക്ക് ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. കാര്യം നമ്മളത് അറിയണം, എന്താണ് കാൻഡിഡേറ്റ്സിന് മാൽ പ്രാക്ടീസ് വരാനുണ്ടായ കാര്യം. അയാൾക്ക് മാൽ പ്രാക്ടീസും ടേണിറ്റിങ് സോഫ്റ്റ്വെയറും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അല്ല അറിഞ്ഞിട്ടും വന്നതാണോ? ഞാൻ പറയാം, ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് മാൽ പ്രാക്ടീസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി ടേണിറ്റിങ് സോഫ്റ്റ്വെയർ വർക്കാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബാച്ചിലുള്ള എല്ലാ സ്റ്റുഡൻറ്റിൻ്റെ ആൻസർ പേപ്പറും ഈ ടേണിറ്റിങ് സോഫ്റ്റ്വെയറിലേക്ക് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ടേണിറ്റിൻ്റെ ഡാറ്റാബേസിൽ നേരത്തെ ഓൺലൈനിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള, ജനറലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസുകളും ടേണിറ്റിലുണ്ട്. അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ HSE ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള എനിക്കായിരുന്നെങ്കിൽ റേഞ്ച് ഇട്ടുണ്ടെന്ന് കട്ടായി പോയായിരുന്നു. നേരത്തെ പറഞ്ഞത് കേട്ടില്ല സാർ. ഓക്കെ, ഞാൻ എൻ്റയർ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം വീഡിയോ കാണാം. ചില ആളുകൾക്ക് റേഞ്ച് കണക്റ്റ് ആകുമ്പോൾ കാര്യങ്ങൾ മിസ്സാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശേഷം കാണാൻ പറ്റും. ഓക്കെ, ഇനി സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ മാൽ പ്രാക്ടീസ് ഞാൻ പറഞ്ഞു, എല്ലാ അവരുടെ ഡാറ്റാബേസിലുള്ള കാര്യങ്ങൾ എന്താ നിങ്ങൾ തിരിച്ചറിയുക. അവരുടെ ഡാറ്റാബേസിലുള്ളത് നിങ്ങളുടെ ബാച്ചിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാ ആൻസർ പേപ്പറും, ഒരു പക്ഷേ നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആൻസർ പേപ്പറും, അതായത് ഈ മന്ത് അല്ല ലാസ്റ്റ് മന്തിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആൻസർ പേപ്പറും നമ്മളത് അസ്യൂം ചെയ്യാം. നമ്മൾ വേസ്റ്റ് കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നടന്ന ഇപ്പോൾ 51ാമത്തെ എക്സാമാണ് തോന്നുന്നുണ്ടല്ലേ ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ നേരത്തെ നടന്ന 50 എക്സാമിൻ്റെ ആൻസർ പേപ്പറും ഈ ആൻസർ പേപ്പറും HSCയുടെ ഗൈഡൻസുകളെല്ലാം, HSCയുടെ ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കിട്ടുന്ന ഒരുവിധ ഗൈഡൻസുകളൊക്കെ, അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഈ ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പോൾ ലേണിംഗ് പാർട്ട് പ്രൊവൈഡേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾ RRC ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് ലേണിംഗ് പ്രൊവൈഡേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഡാറ്റാബേസിലുണ്ടാവും, ടേണിറ്റിൽ. എന്നിട്ട് ടേണിറ്റിൻ ചെക്ക് ചെയ്യുന്നത് ഈ ഡാറ്റാബേസിലുള്ള ഈ സാധനത്തിൽ നിങ്ങളുടെ ആൻസർ ഏതെങ്കിലും മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ള റിസൾട്ട്, മാച്ചിങ് റിസൾട്ട് ഈ ടേണിറ്റിൻ സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്ര പെർസെൻറ്റേജ് ഓഫ് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ, സിമിലാരിറ്റി ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, സിമിലാരിറ്റി റിപ്പോർട്ട് പറയുകയാണ് 70% സിമിലർ ആണ് കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ, ആ കാൻഡിഡേറ്റ്സിനെ മാനുവലി ആ കാൻഡിഡേറ്റ്സിൻ്റെ ആൻസർ പേപ്പർ ചെക്ക് ചെയ്യും. ഒരിക്കലും മെഷീനല്ല ചെക്ക് ചെയ്യുന്നത്, മാനുവലി ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് മാനുവലി ചെക്ക് ചെയ്തിട്ട് ഓക്കെ, മാനുവൽ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾക്ക് എന്ത് വരും, ഒരു മെയിൽ വരും, മാൽ പ്രാക്ടീസ് സസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ടേണിറ്റിൻ സബ്മിറ്റ് ചെയ്തു, മാൽ പ്രാക്ടീസ് ഇല്ലയെന്ന് കണ്ടു, ആരെയും ടേണിറ്റിൻ സോഫ്റ്റ്വെയർ. അങ്ങനെയാണെങ്കിൽ അത് ഇവാലുവേഷന് പോകും. ആ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാൽ പ്രാക്ടീസ് ഇല്ല എന്നുള്ള ടേണിറ്റിൻ എന്ത് ചെയ്യണം, പറയണം. അങ്ങനെ അത് ഇവാലുവേഷന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പാസ്സാകാനുള്ള മാർക്ക് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയിലാവും. പാസ്സാവണമെന്നുണ്ടെങ്കിൽ 100ൽ 45 മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ 44 ആണെങ്കിൽ നിങ്ങൾ ഫെയിലാവും, അല്ലെങ്കിൽ അതിനേക്ക് താഴെയുള്ള മാർക്കാണെങ്കിൽ ഫെയിലാവും. ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ നടത്തണം, പ്രിപ്പറേഷൻ നടത്തണം, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നടത്തണം, സബ്മിഷൻ നടത്തണം. ഇതേ പ്രോസസ്സിലൂടെ പോകണം. ഇനി ടേണിറ്റിയിൽ നിങ്ങൾ മാൽ പ്രാക്ടീസ് സസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നെബോഷ് ഈ സോഫ്റ്റ്വെയർ സസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെബോഷ് നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കും. ഇമെയിൽ ഇങ്ങനെ പറയാം, ഞങ്ങളിത് ഇവാലുവേഷൻ നടത്തുന്നില്ല, ഇവാലുവേഷൻ നടത്താതിരിക്കാനുള്ള കാര്യം ഇങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് സസ്പെക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇൻവെസ്റ്റിഗേഷനിലാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് എക്സ്പ്ലനേഷൻ തരാനുണ്ടെങ്കിൽ, ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ മാൽ പ്രാക്ടീസ് കണ്ടെത്തിയതിന് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ട് തരാനുള്ള ഒരു അവസരമാണത്.
ആ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കോപ്പി അടിക്കാനുള്ള റീസൺ ഉണ്ട് അല്ല ചോദിക്കിയത്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഇത് സസ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ, അപ്പോൾ അതെന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ പറയാം. ഇനി നിങ്ങൾ താഴെ റെഫറൻസ് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പേര് എഴുതുന്നുണ്ടാവും. നിങ്ങൾ റെഫറൻസ് കൊടുത്ത മെറ്റീരിയൽസിൻ്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ മറ്റൊരു കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് രക്ഷയില്ല. അത് വേറെ കാൻഡിഡേറ്റ്സിൻ്റെ ആൻസർ പേപ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല, റെഫറൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കോപ്പി അടിച്ചതെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു HSC ഗൈഡൻസ് നിന്നാണ് കോപ്പി അടിച്ചത്, അത് കറക്റ്റ് നിങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്, HSC ഗൈഡൻസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, താഴെ റെഫറൻസ് ലിസ്റ്റിൽ ആ HSC ഗൈഡൻസും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനുവലി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ നിങ്ങൾ അത് ശരിയാ, കാൻഡിഡേറ്റ്സ് വേറെ ഒന്നും കോപ്പി അടിച്ചിട്ടില്ല. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് മെയിൻലി എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ ഇമെയിലിൽ കൊടുക്കേണ്ടത്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി അടിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഗൈഡൻസിൻ്റെ ഏതെങ്കിലും പാർട്ട് കോപ്പി അടിച്ചതിൻ്റെ പേരിലോ ഞാൻ ആരെയും ഈ മാൽ പ്രാക്ടീസ് പിടിച്ചതായിട്ട് കണ്ടിട്ടില്ല. സത്യം. മുമ്പ് അതായത് ഒരു 2 കൊല്ലമൊക്കെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു സിമിലർ റിപ്പോർട്ട് അല്ലാത്ത സർ റിപ്പോർട്ട്. ഞാൻ പറഞ്ഞോട്ടെ. ആ ഞാൻ കൊല്ലത്ത് ഐറസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ ഫാക്കൽറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ മെന്റലി ഞങ്ങളൊരു പേടിപ്പിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, എക്സ്റ്റേണൽ എടുക്കാൻ പറ്റത്തില്ല. സാറ് പറഞ്ഞ നമുക്ക് പുറത്ത് ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ അതേപോലെ മാൽ പ്രാക്ടീസ് അടിക്കും, എഴുതാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് എക്സ്റ്റേണൽ ഇപ്പൊ എക്സാം ടൈമിൽ ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചെഴുതി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ കയറി ചോദിക്കുമ്പം അതിനകത്ത് നെബോഷ് വന്ന് കാണും, അതിനകത്ത് വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരു ലോജിക്കില്ലാത്ത കാര്യം പറഞ്ഞ് ഞങ്ങളെ വിഷയപ്പെടും, ഞങ്ങൾ പേടിപ്പിച്ച് നിർത്തുക. അത് ഇപ്പം ലോജിക്ക് ഇല്ലാത്ത ടെലിഗ്രാം ഗ്രൂപ്പിൽ കാര്യങ്ങളല്ല. ഇപ്പം അത് ഇപ്പം ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ വന്നിരിക്കുന്നു, ഓക്കെ. പക്ഷെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്ന് ഇങ്ങനെ ഞങ്ങൾ ഞാൻ സ്റ്റുഡൻസ് പറയാം. മാത്രമുള്ള ഗ്രൂപ്പിലൊക്കെ എങ്ങനെ വരികയെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ അതിൻ്റെ പോസിബിലിറ്റീസുകളൊക്കെ പറയാം. അത് ആ പറഞ്ഞ കാര്യം ഫെയർ ആണോ അല്ലേ എന്നുള്ളത് ഒരു ഡിബേറ്റാണ്. കാര്യം അത് ഒരു വേസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ ആ ട്രെയിനർ പറഞ്ഞത് കറക്റ്റാണ്. അപ്പം നിങ്ങളോട് ഇപ്പം ഓപ്പണായിട്ട് അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാം ചെയ്യും, അത് വേറെ കാര്യം. അതുകൊണ്ട് അതിൻ്റെ വേസ്റ്റ് കേസ് കറക്റ്റാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ആ കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഈ മാൽ പ്രാക്ടീസ് ഇപ്പോൾ ടേണിറ്റിൻ കണ്ടെത്തുന്നതാണ് മാത്രം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ടേണിറ്റിൻ അല്ലാതെ വേറെ എങ്ങനെയൊക്കെയാണ് മാൽ പ്രാക്ടീസ് വരുന്നത്, ഞാൻ ഇതിന് മുമ്പ് കുറേ വീഡിയോ ഇട്ടിരുന്നു, നമുക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ വരാം. ഓക്കെ, ഒരു കാര്യം, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ വേറൊരാളുടെ സപ്പോർട്ട് വാങ്ങുന്നത് തീർച്ചയായിട്ടും അത് മാൽ പ്രാക്ടീസ് പോളിസിക്ക് എതിരാണ്. മാൽ പ്രാക്ടീസ് പോളിസിക്ക് എതിരായിട്ടുള്ളൊരു കാര്യം നെബോഷ് അറിഞ്ഞാൽ, എവിഡൻസോട് കൂടി അറിഞ്ഞാൽ നെബോഷ് ആക്ഷൻ എടുക്കും. എവിഡൻസോട് കൂടി അറിയലെങ്ങനെ, അവിടെയാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ, ഒരു പേഴ്സണൽ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഈ വാട്സപ്പ് എൻക്രിപ്റ്റഡ് ആണ്, അതുകൊണ്ട് അത് വേറെ പുറത്തുള്ള ഒരാൾക്ക് അത് കാണാൻ പറ്റില്ല, ഗ്രൂപ്പിലില്ലാത്ത ആൾക്ക്. പക്ഷെ ഗ്രൂപ്പിലുള്ള ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താലോ, ഓക്കെ, അതിനുള്ള ചാൻസ് ഇല്ലേ? നെബോഷിൻ്റെ ഒരു സ്പൈ ആണ് ഗ്രൂപ്പിലുള്ളതെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിവഞ്ച് ഉള്ള ഒരാൾ ഈ ഗ്രൂപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ മനഃപൂർവ്വം ഒറ്റുകൊടുക്കാൻ വേണ്ടി ചെയ്ത, ഇതൊക്കെ വേസ്റ്റ് കേസാണ്. ഇതൊന്നൊരു നോർമൽ കേസസ് അല്ല, പക്ഷെ അതൊക്കെ വേസ്റ്റ് കേസാണ്. അതൊക്കെ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക്, ടെലഗ്രാം പോലത്തെ ഓപ്പൺ പ്ലാറ്റ്ഫോമുകളിലുള്ള ഡിസ്കഷൻ, അത് നെബോഷ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ മാക്സിമം ഒഴിവായി. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് നെബോഷ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നെബോഷ് ചെയ്യുക, എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അറിയുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു ക്രാക്ക്. അല്ലെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഈ നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെയാണ് കോപ്പി അടിച്ചത് എന്നുണ്ടെങ്കിൽ സിമിലാരിറ്റി റിപ്പോർട്ട് വന്നാലും മാനുവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റെഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യും, ഒഴിവാക്കി വിടും. അതല്ല സാധാരണ രീതിയിൽ ഒരു
സംഭവിക്കുന്നത്, നോർമൽ കേസ് സംഭവിക്കുന്നത് വേറെ കാൻഡിഡേറ്റ്സിൻ്റെ അതേ റിപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ സംഭവം സംഭവിക്കുന്നത്. പിന്നെ ഒരു കാൻഡിഡേറ്റ്സിന് ഉണ്ടാകുന്ന ഒരു സാധാരണ ഡൗട്ടാണ്, ഇപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം, അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഉത്തരമാണ് ഉണ്ടാവുക, സ്വാഭാവികം. നെബോഷാണ് എല്ലാവർക്കും ഒരു ചോദ്യം വെച്ചത്, എല്ലാവർക്കും ഒരു ഉത്തരം ഉണ്ടാവുക. പക്ഷെ എല്ലാവർക്കും ഒരു ഉത്തരമാണെന്ന് കരുതിയിട്ട് എല്ലാവരുടെ സെൻറ്റൻസും ഒരുപോലെ ആവില്ല. കീവേഡ്സ് സെയിം ആവും, കീവേഡ്സ് സെയിം ആവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ഫ്ലോ, ആ ഒരു ടോൺ, അത് ഡിഫറെൻ്റ് ആയിരിക്കും. ശരിയല്ലേ? ഇപ്പം നമ്മൾ വെർബലി പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഓരോരുത്തർക്കും മനുഷ്യന്മാർക്കും ഓരോ ടോണാണ് ഉണ്ടാവുക. നമ്മളുടെ ആ ഒരു മോഡുലേഷനൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നതുപോലെ തന്നെയാണ് നിങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതുമ്പോഴും ആ മോഡുലേഷൻ വ്യത്യാസം ഉണ്ടാവും. അത് സാറേ നമ്മളിപ്പോ ഈ കറക്റ്റ് ഈ ഫ്രേസ് ഒക്കെ കറക്റ്റ് ആയെങ്കിലേ ഒരു മാർക്ക് എടുത്തോളൂ. ഈ ഗ്രാമറിന്റെ കറക്റ്റ് ആയെങ്കിലേ ഒരു മാർക്ക് എടുത്തോളൂ, അതോ ഗ്രാമറിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാമർ കുറയ്ക്കൂ? ഗ്രാമർ ഒരു പ്രശ്നമേ അല്ല. ഗ്രാമർ ഇവിടെ ഒരു ചോദ്യമേ ഇല്ല. കാര്യം ഗ്രാമർ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് അല്ല അത്. ഞാൻ എപ്പോഴും പറയല്ലേ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയോ അറിയാതിരിക്കോ, ഗ്രാമർ തെറ്റോ ശരിയോ, അതൊന്നും എക്സാമിനറെ ബാധിക്കുന്ന വിഷയമല്ല. എക്സാമിനേഴ്സിന് കിട്ടിയ ഗൈഡൻസിൽ തന്നെ, ട്രെയിനിങ്ങിൽ തന്നെ പറയുന്നത് നിങ്ങൾ ഗ്രാമർ എന്ത് ചെയ്യണതാ, ഫോക്കസ് ചെയ്യണ്ട എന്നുള്ളതാണ്. പകരം പറയുന്നൊരു കാര്യം കൺവേ ആവണം. ഇപ്പം ഹാസ് ഉള്ളത് ഹാവ് ആയി, അതൊരു പ്രശ്നമല്ല. പക്ഷെ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാണ്, അപ്പം അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നം തന്നെ. കാര്യം ഒരു സാധനം കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ചെറിയ ടൈപ്പോ വരാം, എറർ വരാം, അതൊന്നും ഒരു പ്രശ്നമില്ല. ഇന്നലെ ഒരു മെസ്സേജ് എനിക്ക് വന്നു, IG2 സബ്മിഷൻ്റെ സമയത്ത് അയാൾ പേര് ലേണർ നമ്പറും ലേണർ നെയിമും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. എന്നിട്ട് അതൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ അയാൾ ഭയങ്കര പാനിക്കായിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്, മെസ്സേജ് അയച്ചിട്ടുള്ളത് തോന്നുന്നത്. കാര്യം ലേണർ നമ്പർ എഴുതുന്നിടത്ത് ലേണർ നെയിം എഴുതി, ലേണർ നെയിം എഴുതുന്നിടത്ത് ലേണർ നമ്പർ എഴുതി. അതൊന്നും പ്രശ്നമേ അല്ല. IG2 എക്സാമിന് ഇവർ മനുഷ്യന്മാരല്ലേ, ഇത് കാണുമ്പോൾ ഓക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി, മനുഷ്യന്മാരല്ലേ, എറർ വരാം, സംഭവിക്കാം. എന്നപോലെ തന്നെ എല്ലാ എറർ വരും, അതൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ ടൈപ്പോ വരാം, ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം, ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് വരാം, അതൊന്നും പ്രശ്നമല്ല. അതൊന്നും നിങ്ങളെ മാർക്കിനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ പറയുന്ന ആ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാറ്റർ, ആ ഫ്രേസസ്, ആ കീവേഡ്സുകൾ, അതൊക്കെ കറക്റ്റ് പക്ക ആയിരിക്കണം. സെയിം ആവണമെന്നല്ല, പക്ഷേ ഇപ്പം ആക്സിഡൻറ്റ് റേറ്റ് എന്നുള്ളൊരു കീവേഡ്, അതിൽ നിങ്ങൾ ആക്സിഡൻറ്റ് റേറ്റ് തന്നെ പറയണം. അതൊരു ടെർമിനോളജിയാണ്. അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ടേംസ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അതിന് മാർക്ക് കിട്ടില്ല. ചിലപ്പോൾ ഇൻസിഡൻറ്റ് റേറ്റ് എന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, കാര്യം അത് സിമിലർ മീനിങ്ങാണ്. ഓക്കെ, അപ്പോൾ ആ ഫ്രേസസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഫ്രേസാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അത് ആ പ്രിപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് അവർ പിന്നെ അയക്കും. ഈ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടിലെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ പലപ്പോഴും ഈ ലൈൻ ലോങ് ആയിരിക്കും. അതായത് എക്സ്പ്ലനേഷൻ ഇമെയിൽ വന്നു, നിങ്ങളൊരു ഇമെയിലിൽ ലെറ്റർ അയച്ചു, എക്സ്പ്ലനേഷൻ അയച്ചു, അവരൊരു ഡേറ്റ് പറയും. ലൈക്ക് ഒരു സാധാരണ എക്സാം റിസൾട്ട് വരുന്നത് എക്സാം കഴിഞ്ഞ് ഒരു 2 മന്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഒരു 4 മന്ത് കൊണ്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക എന്ന് പറയും. 4 മന്ത് കഴിഞ്ഞാൽ അവർ അടുത്ത മെയിൽ അയക്കും, സോറി ഇപ്പം നമ്മൾ തിരക്കില്ല. കാരണം ഈ ടേണിറ്റി വന്നതിന് ശേഷം കുറേ മാൽ പ്രാക്ടീസ് വരുന്നുണ്ട്. ഈ മാൽ പ്രാക്ടീസ് ഒക്കെ ഇവർക്ക് മാനുവലി ചെക്ക് ചെയ്യണം. അതിനനുസരിച്ചുള്ള ഒരു ടീം, ചില സീസണിൽ ഒരുപാട് മാൽ പ്രാക്ടീസ് വരുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഡിലാവും. ഇവിടെ എന്തെങ്കിലും വെക്കേഷനോ UK വെക്കേഷനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീണ്ടും ഡിലാവും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ടൈം സ്കെയിൽ എന്ത് ചെയ്യും, നന്നായിട്ട് കൂടും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, റിസൾട്ട് വരുമ്പോൾ പാസ്സാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുവലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാൻഡിഡേറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്തോ സാധനം എടുത്തിട്ടുള്ളൂ, അതാണെങ്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പാസ്സാണ്. ഇനി അത് ചിലപ്പോൾ എന്ത് ചെയ്യും, പാസ്സാവില്ല, വോയിഡ് ആക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 0 മാർക്ക് ആക്കും. കുഴപ്പമില്ല, 0 മാർക്ക് ആക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീണ്ടും രജിസ്ട്രേഷൻ ചെയ്തു, പ്രിപ്പറേഷൻ നടത്തി, ഓപ്പൺ ബുക്ക് എക്സാം എഴുതി, ട്രിനിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത്, നോ പ്രാക്ടീസ് കേൾക്കുന്നുണ്ടോ? കണക്ഷൻ പെട്ടെന്ന് പോയോ? ആ പോയിട്ടില്ല. ഓക്കെ,
സ്ക്രീൻ കാണുന്നുണ്ട് ഇപ്പോൾ? ഇല്ല. ഇല്ല. ഓക്കെ, സോറി. സോ ഞാൻ പറഞ്ഞു തരുന്നത്, ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് വന്നു. ചിലപ്പോൾ അത് വോയിഡ് ആവും. വോയിഡ് ആണെങ്കിൽ ദറ്റ്സ് ഓക്കെ, കാര്യം നിങ്ങൾക്ക് അടുത്ത എക്സാം എഴുതാം. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ഒരു 50% അല്ലെങ്കിൽ ഒരു 60% ചാൻസ് വോയിഡ് ആൻഡ് ബാൻ ആവാനാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് 0 മാർക്കായിരിക്കും. 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 5 വർഷമോ നിങ്ങൾക്ക് ബാന് കിട്ടും. 5 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടേ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഈ എക്സാം എന്നല്ല, നെബോഷിൻ്റെ ഏത് എക്സാമും രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് IG1ൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ. IG2ൻ്റെ കഥ പറയുകയാണെങ്കിൽ നിങ്ങൾ IG2ന് രജിസ്ട്രേഷൻ നടത്തണം. ഇത് പറഞ്ഞ പോലെ നിങ്ങൾ പലപ്പോഴും IG1ൻ്റെ കൂടെ തന്നെ ഒരുമിച്ചാണ് 2 രജിസ്ട്രേഷൻ നടത്തൽ. ഇനി IG2 രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ IG2ൻ്റെ IG2 പ്രിപ്പറേഷനും അതിൻ്റെ എലമെൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. നിങ്ങൾ IG2ൻ്റെ ടെംപ്ലേറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നു. IG2 നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സബ്മിഷൻ നടത്തുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് നെബോഷിലേക്ക് സബ്മിഷൻ നടത്തുന്നു, ഇവാലുവേഷൻ നടത്തുന്നു, പാസ്സാവുന്നു. ഇവാലുവേഷൻ നടത്തുന്നു, ഫെയിലാവുന്നു. ഇവാലുവേഷൻ നടത്തുന്നു, മാൽ പ്രാക്ടീസ്. സാറേ ഇപ്പൊ ഈ ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും? കട്ടിയായിരിക്കും അങ്ങനെ? ഓക്കെ, ഞാനത് മിസ് ചെയ്തില്ലേ. ഞാൻ സാറിനോട് ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു, മെസ്സേജ് ആയിട്ട് ചോദിച്ചായിരുന്നു. സാറിന് തിരക്കുള്ള ജോലി തിരക്കായതുകൊണ്ട് സാർ റിപ്ലൈ ഇട്ടില്ലായിരുന്നു. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ഞാനിപ്പോൾ പറയാൻ താല് എല്ലാവരോടും കൂടി, അതേപോലെ തന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് ആൽവിൻ. സോ IG1 ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, IG1 എക്സാം എഴുതി ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സാധാരണ നിങ്ങളുടെ ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൻ്റെ സമയം ഉണ്ടാവുക. അപ്പോൾ 1 വീക്കിന് ശേഷം നിങ്ങളുടെ ഡേറ്റും ടൈമും നിങ്ങൾ അറിയിക്കും. ക്ലോസിംഗ് ഇൻ്റർവ്യൂ ടഫാണോ? ടഫല്ല. ഒരു ജോബ് ഇൻ്റർവ്യൂവിനെ പോലെ ഒന്നുമല്ല ക്ലോസിംഗ് ഇൻ്റർവ്യൂ. ഈസിയാണ്. ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഈ എക്സാം എഴുതിയത് എന്നുള്ളത് നെബോഷിന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഉറപ്പ് വരുത്താൻ നെബോഷ് ചെയ്ത മാർഗം, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ സെയിം ട്രെയിനർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റാരെങ്കിലും ആയിരിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഇൻ്റർവ്യൂവർ, അപ്രൂവ്ഡ് ഇൻ്റർവ്യൂവർ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും. ഇൻ്റർവ്യൂ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾ എഴുതിയ ആൻസറിൻ്റെ ബേസിസിലായിരിക്കും. നിങ്ങൾ എഴുതിയ ആൻസറിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ എഴുതിയ ആൻസർ എല്ലാം ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് സിനാരിയോനെ കുറിച്ചും നിങ്ങൾ എഴുതിയ ആൻസറിൻ്റെ കുറിച്ചും നിങ്ങളുടെ ഒരു നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചൊക്കെ ഏകദേശ ധാരണ ഉള്ള ഒരാളാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സാർ നമ്മളിപ്പോ എഴുതിയ പോയിന്റ്സ് നമുക്ക് പിന്നെ ഓർത്തിരിക്കാൻ നമുക്ക് കുഴപ്പമില്ല, ഓർത്തിരിക്കാൻ സിനാരിയോ നല്ലപോലെ അറിഞ്ഞിരുന്നാൽ മതിയല്ലേ? യെസ്, സിനാരിയോ അല്ല, അങ്ങനല്ല ആൽവിൻ. എന്താ വെച്ചല്ലേ, നമ്മൾ എഴുതിയ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത് കഴിയേണ്ട ആവശ്യമില്ല. പകരം ഇപ്പോൾ ഇവർ ചോദിക്കും, ഞാൻ ഇതിൻ്റെ മോഡലൊക്കെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആയിരിക്കും, എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഓക്കെ, 2 പോസിറ്റീവ് സേഫ്റ്റി കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്തത്, ഒന്ന് വർക്ക് പ്ലേസിൽ ഏറ്റവും നല്ല ട്രെയിനിങ് ഫെസിലിറ്റീസ് ഉണ്ട്, സേഫ്റ്റി ട്രെയിനിങ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു സേഫ്റ്റി കൾച്ചർ ഇൻഡിക്കേറ്റർ അവിടെ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. എന്നിട്ട് ചോദിക്കും, വിച്ച് വൺ ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി കൾച്ചർ ഇൻഡിക്കേറ്റർ? അപ്പോൾ അങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു കറക്റ്റ് ആൻസർ ഇല്ല. നിങ്ങൾ ട്രെയിനിങ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റാണ്. പകരം നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കറക്റ്റാണ്. പക്ഷേ ഇൻ്റർവ്യൂവറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നു എന്നല്ല ഇമ്പോർട്ടൻറ്റ്. പകരം അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനാണ് വൈ ഡു യു തിങ്ക് ട്രെയിനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വൈ ഡു യു തിങ്ക് ഫസ്റ്റ് എയ്ഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ പറയുന്ന ആൻസർ ഉണ്ടല്ലോ, ഓക്കെ, കാര്യം ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ട്രെയിനിങ്ങിന് വലിയ റോളുണ്ട്. പ്രത്യേകിച്ച്
യങ് വർക്കേഴ്സ് ഉള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവർക്ക് ഇത്ര കാര്യങ്ങളിലൊന്നും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ ട്രെയിനിങ്ങുകൾ വേണം. അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിങ് ചൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹെൽത്തിനെ ഡയറക്റ്റായിട്ട് ഒരു ലൈഫിനെ സേവ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സുകളാണ്. അതെപ്പോഴും വർക്ക് പ്ലേസിൽ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇതേപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇത്ര ഹസാർഡ്സുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇത്ര ഇഞ്ചുറീസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ ഉണ്ടായാൽ ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് വർക്ക് കൾച്ചറിൻ്റെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഈ സേഫ്റ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചും ഈ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചും പ്രൊആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുമോ എന്നുള്ളത് ഇൻ്റർവ്യൂവർ ബോധ്യപ്പെടുത്തിയാൽ ഹീസ് ഹാപ്പി ഓർ ഷീസ് ഹാപ്പി. അതാണ് എന്ത് ചെയ്ത് ഈ ക്ലോസിങ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. വളരെ ഈസിയാണോ? വളരെ ഈസിയാണ്. നിങ്ങളാണ് എക്സാം എഴുതിയതെങ്കിൽ. ഇനിയോ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണോ? വളരെ ഈസിയാണ്. പേടിക്കുമ്പോഴിപ്പോൾ ഇൻ്റർവ്യൂ ഇതിൻ്റെ പേര് തന്നെയാണ് പ്രശ്നം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂ എന്നുള്ള പേര് പറയുമ്പോഴേക്ക് അത് ഭയങ്കര ഒരു ഫോർമലാവുന്നു. അതിന് ഭയങ്കര നമ്മളൊരു പേടി ഉണ്ടാക്കുന്നതാണ് നമ്മളെ മനസ്സിലേക്ക്. കാരണം ഇൻ്റർവ്യൂ എന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാഷ്വൽ ചാറ്റ് എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും പേരിട്ടാൽ ഒരുപാട് ഈസി ആയിരിക്കും കാൻഡിഡേറ്റ്സിന്. ദെൻ അത് ഗുഡ് പെർഫോമൻസ് അല്ലെങ്കിൽ പുവർ പെർഫോമൻസ് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നെബോഷിലേക്ക് അയച്ചു കൊടുക്കും. ഓക്കെ. സാർ